തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി അമ്മാവൻ ഹരികുമാർ മാത്രമെന്ന് പോലീസ്. കസ്റ്റഡിയിലിരുന്ന പ്രതി കുറ്റം സമ്മതിച്ചതായി അന്വേഷണ സംഘം. സഹോദരിയോട് തോന്നിയ വൈരാഗ്യത്തെ തുടർന്നാണ് കൊലപാതകമെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുകയാണ് തിരുവനന്തപുരത്ത്. അജീഷ്, കേരളത്തെ നടുക്കിയ കൊലപാതകമാണ്, അതിന്റെ ചുരുൾ അഴിയുന്നു. ഹരികുമാർ മാത്രമാണ് പ്രതി എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. എന്താണ് അന്വേഷണ സംഘം കൂടുതലായി വ്യക്തമാക്കുന്നത് അജീഷ്? രജിത്ത്, കഴിഞ്ഞ 6 ദിവസമായി ഈ പ്രതി ഹരികുമാർ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ഉണ്ടായിരുന്നത്. 30-ാം തീയതിയായിരുന്നു ഈ കൊലപാതകം നടന്നത്. അതിനുശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ ഹരികുമാറിന് പ്രതിയെന്ന് കണ്ടെത്തിയിരുന്നു. അയാൾ കുറ്റവും സമ്മതിച്ചിരുന്നു. പക്ഷേ ഈ അമ്മയ്ക്ക് കൂടി പങ്കുണ്ടോ എന്നായിരുന്നു പോലീസിൻ്റെ അന്വേഷണം. അതിനായി വ്യാപകമായിട്ടുള്ള പരിശോധനകളൊക്കെ പോലീസ് നടത്തി. പക്ഷേ അമ്മയ്ക്ക് പങ്കുള്ളതായിട്ടുള്ള തെളിവുകളൊന്നും കണ്ടെത്താനായില്ല. ഈ 6 ദിവസത്തിനിടയിൽ, ഈ കസ്റ്റഡിയിലുണ്ടായിരുന്ന 6 ദിവസത്തിനിടയിൽ ഹരികുമാറിനെ ഈ കൊല നടന്ന വീട്ടിലും പല സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മാത്രമല്ല, ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിരുന്ന അമ്മ ശ്രീധുവിനെയും കസ്റ്റഡിയിൽ വാങ്ങി ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. പക്ഷേ ഈ കൊലപാതകത്തിലേക്ക് എത്തുന്ന ലീഡുകളൊന്നും പോലീസിന് കിട്ടിയിരുന്നില്ല. അങ്ങനെയാണ് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത്. അതായത് കൊല നടത്തിയത് അമ്മാവൻ മാത്രമാണ്. ഈ കേസിൽ ഒരൊറ്റ പ്രതി മാത്രമേ ഉള്ളൂ. ഈ അമ്മ ശ്രീധുവുമായി, കുഞ്ഞിൻ്റെ അമ്മയും ഇയാളുടെ സഹോദരിയുമായ ശ്രീധുവുമായി ഇയാൾക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. ഈ അച്ഛൻ്റെ ഇവരുടെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോഴും ഈ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. ഈ കൊലപാതകത്തിന് തലേ ദിവസം, അതായത് 29-ാം തീയതി രാത്രിയും ഈ ശ്രീധുവിനോട് മുറിയിൽ വരാൻ ഇയാൾ വാട്സപ്പ് വഴി, മെസ്സേജ് വഴി ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രകാരം ഈ ശ്രീധു ഈ ഹരികുമാറിൻ്റെ മുറിയിലെത്തി. പക്ഷേ ഈ കുഞ്ഞ് കരഞ്ഞതിനെ തുടർന്ന് ഇവർക്ക് തിരികെ പോയി. ഇതാണ് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് കാരണമെന്ന് പറയുന്നു. ഇതിനെ തുടർന്നാണ് പുലർച്ചെയോടെ ഈ കുഞ്ഞിനെ, ആ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ഇതാണ് പോലീസിൻ്റെ കൺക്ലൂഷൻ. നിലവിൽ സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും അടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ പ്രതിയെ ഇന്നലെ തന്നെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ അമ്മ ശ്രീധു ദേവസ്വം ബോർഡ് തട്ടിപ്പ് കേസിൽ, അതായത് ദേവസ്വം ബോർഡിൽ നിയമനം വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ തട്ടിച്ചു എന്ന കേസിൽ അറസ്റ്റിലാണ്, റിമാൻഡിലാണ് ഉള്ളത്. എന്തായാലും ഈ കേസ് ഒരു കൺക്ലൂഷനിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 30-ാം തീയതിയാണ് ഈ കൊലപാതകം നടന്നത്. നാടിന് നടുക്കിയ കൊലപാതകം. ഏതാണ്ട് 2 ആഴ്ച പിന്നിടുമ്പോൾ പോലീസ് ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉടൻ തന്നെ ആ കുറ്റപത്രവും കോടതിയിൽ സമർപ്പിക്കും. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു.